കുറച്ച് നാളുകൾക്ക് മുൻപ് എല്ലാവരെയും ഞെട്ടിക്കുകയും എല്ലാവരെയും സങ്കടപ്പെടുത്തുകയും ചെയ്ത ഒരു വാർത്തയായിരുന്നു രാജേഷ് കേശവൻ്റെ വാർത്ത. അവതാരകനായും മലയാളികൾക്ക് പ്രിയങ്കരനായും നിന്ന താരം വളരെ പെട്ടെന്നായിരുന്നു ആരോടും ഒന്നും പറയാതെ മരണത്തോട് മല്ലിടിച്ച് കഴിഞ്ഞത്. 6 മാസത്തോളമാണ് ആശുപത്രിയിൽ രാജേഷ് കഴിഞ്ഞത്. ഇപ്പോഴിതാ 6 മാസത്തിന് ശേഷം വളരെ നല്ല രീതിയിലൊരു കംബാക്ക് നടത്തിയിരിക്കുകയാണെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത്. രാജേഷ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നു എന്നാണ് അറിയുന്നത്. പ്രിയ സുഹൃത്ത് രാജേഷിനെ കഴിഞ്ഞ 6 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം പിറന്ന നാട്ടിലേക്ക് കൊണ്ടുവന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിനെ കൊണ്ടുപോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവന് പോലും ആർക്കും ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ലായിരുന്നു. എന്നാൽ അവിടെ നിന്ന് അദ്ദേഹം മാറിയതിനെക്കുറിച്ച് ഇപ്പോൾ ആർക്കും ഊഹിക്കാൻ പോലും പറ്റില്ല. മരണത്തോട് മല്ലിടിച്ചു എന്നൊക്കെ വെറുതെ പറഞ്ഞാൽ പോരാ, അതിനത്ര കൃത്യമായി തന്നെ പറയണം. ശരിക്കും പറഞ്ഞാൽ മരിക്കാൻ താല്പര്യമില്ല എന്ന രീതിയിൽ തന്നെയാണ് ഉപബോധ മനസ്സുൾപ്പെടെ അവിടെ രാജേഷിന് ഒപ്പം നിൽക്കുന്നത്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്നും പറയാം. പ്രേക്ഷക പ്രീതിയോടെ തന്നെ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് ഇത് വൈറലായി മാറുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ. ഓരോ തവണയും പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്നു എന്ന് തന്നെ പറയണം. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ തന്നെ പ്രേക്ഷക പ്രീതിയോടെ വളരെ പെട്ടെന്ന് ഏറ്റെടുക്കുന്ന പോലെയുള്ള ഒരു വാർത്ത ഇപ്പോൾ ആരാധകരും വളരെയധികം തന്നെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി കുറച്ചുനാൾ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലായിരിക്കും ചികിത്സ. ശേഷം വീട്ടിൽ തന്നെ തുടർ ചികിത്സകൾ ഏകോപിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളും ബന്ധുക്കളും കുടുംബവും തന്നെയാണ് ഇത് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നില നേരിയ രീതിയിലൊക്കെ പുരോഗമിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു മാറ്റം നടത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് എത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവർക്കൊക്കെ തന്നെ ഒപ്പം നിൽക്കാനും സാധിക്കും. അത് അദ്ദേഹത്തിൻ്റെ വേഗമുള്ള റിക്കവറിക്ക് സഹായിക്കുമെന്നാണ് പറയുന്നത്. അതും ഒരു സത്യമാണെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ പറയുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന ഒരു വാർത്ത ഇതാണ് എന്ന് എടുത്തു പറയാനും സാധിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രാജേഷിന് എങ്ങനെയുണ്ട് എന്നുള്ള ചോദ്യം നിരവധിയായി തന്നെ ഉയർന്നു വരുന്നുണ്ടെന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. വളരെയധികം സങ്കീർണമായ ദിവസങ്ങളിലൂടെയാണ് രാജേഷിൻ്റെ കുടുംബവും രാജേഷും കഴിഞ്ഞ കുറച്ച് നാളുകളായി കടന്നുപോയത്. ഇനിയും ഈ രീതികൾ നാട്ടിൽ തുടരാനാണ് തീരുമാനം പോകുന്നത്. CMC വെല്ലൂർ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഇത്രയും നാളും അദ്ദേഹത്തിനെ ചികിത്സിച്ചു കൊണ്ടിരുന്നത്. അവിടുത്തെ PMR ഡിപ്പാർട്ട്മെൻറ്റിൽ നേതൃത്വം നടത്തി ചികിത്സയിൽ നല്ല മാറ്റം അത് പതുക്കെയാണെങ്കിലും കണ്ടു തുടങ്ങിയിരുന്നു. വെല്ലൂർ ആശുപത്രിയിൽ 4 ചുമരുകൾക്ക് അപ്പുറം തന്നെ നാട്ടിലെ പച്ചപ്പും വീട്ടിലെ ഗന്ധവും സുഹൃത്തുക്കളുടെ പ്രിയപ്പെട്ടവരുടെ സാമീപ്യവും അവനിൽ കൂടുതൽ ഊർജവും റിസൾട്ടും ഉണ്ടാക്കുമെന്ന് ഡോക്ടർമാർ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ അനന്തപുരിയിലേക്ക് എത്തിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആശുപത്രിയിലെത്തി രാജേഷിനൊപ്പം സമയം ചിലവഴിച്ച് കുറച്ച് നല്ല മനസ്സുകൾ ഹൃദയം കൊണ്ട് നന്ദി പറയുന്നുവെന്നും സുഹൃത്തുക്കൾ കുറിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് വളരെയധികം തിരക്കേറിയ ഒരു സമയത്ത് രാജേഷിനെ കുറിച്ച് ആലോചിക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം കൂടെ നിന്നവർക്കുമൊക്കെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കൾ എല്ലാവരും കുറിപ്പ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.